ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചും ബി.ജെ.പിയുടെ പ്രകടനത്തെക്കുറിച്ചും ആർ.എസ്.എസ് മേധാവി മോഹൻ ഭാഗവത് നടത്തുന്ന പരോക്ഷ വിമർശനങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നു. മറുവശത്ത് എപ്പോൾ വേണമെങ്കിലും നിലപാട് മാറ്റാൻ മടിയില്ലാത്ത നിതീഷ് കുമാറിനെ പോലുള്ള സഖ്യകക്ഷികളെ എങ്ങനെ ചേർത്ത് പിടിക്കുമെന്ന ആശങ്കയും ബി.ജെ.പിക്കുള്ളിൽ നിലനിൽക്കുന്നു. എന്നാൽ ഇതിനേക്കാളൊക്കെ ഗൗരവകരമായ മറ്റൊരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ ഹൈദരാബാദിൽ നടക്കുന്നത്. ഉത്തർപ്രദേശിന് പുറത്തേക്ക് സാധാരണ രാഷ്ട്രീയ യാത്രകൾ അധികം നടത്താത്ത സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പെട്ടെന്ന് ഹൈദരാബാദിൽ പ്രത്യക്ഷപ്പെട്ടത് വെറും ഒരു സന്ദർശനമായി കാണാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ ചന്ദ്രബാബു നായിഡുവിന്റെ കയ്യിലിരിക്കുമ്പോൾ ഈ അപ്രതീക്ഷിത സന്ദർശനം പല അഭ്യൂഹങ്ങൾക്കും തീ കൊളുത്തുന്നുണ്ട്. ഇതൊരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയായിരിക്കാം. ചന്ദ്രബാബു നായിഡു എൻ.ഡി.എ മുന്നണിയിൽ അത്ര സുഖകരമായ അവസ്ഥയിലല്ല എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്ന ഏറ്റവും പുതിയ സൂചനകൾ വ്യക്തമാക്കുന്നത്. ഭരണത്തെ താങ്ങി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തൂണാണെങ്കിലും തനിക്ക് അർഹിക്കുന്ന പരിഗണനയോ അധികാരമോ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്ന കടുത്ത അതൃപ്തി നായിഡുവിനുണ്ട്. അഖിലേഷ് യാദവ് ഹൈദരാബാദിൽ എത്തിയത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ കാണാനായിരുന്നു. ചന്ദ്രബാബു നായിഡുവിന്റെ രാഷ്ട്രീയ ശിഷ്യനായിരുന്ന രേവന്ത് റെഡ്ഡി ഈ നീക്കങ്ങളിൽ ഒരു സുപ്രധാന ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഇവർ തമ്മിൽ അടച്ചിട്ട മുറിയിൽ മണിക്കൂറുകളോളം നടത്തിയ ചർച്ചയിൽ ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളാണ് പ്രധാന അജണ്ടയായത്. ഡൽഹിയിലെ സർക്കാർ നിലനിൽക്കുന്നത് ആന്ധ്രാപ്രദേശ് കാരണമാണെന്നും വരും ദിവസങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ പോകുന്നത് ആന്ധ്രയും തെലങ്കാനയും ആയിരിക്കുമെന്നുമുള്ള അഖിലേഷിന്റെ പരസ്യ പ്രസ്താവന ബി.ജെ.പിക്ക് നൽകുന്ന വ്യക്തമായ രാഷ്ട്രീയ മുന്നറിയിപ്പാണ്. 1996 ബി.ജെ.പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ യുണൈറ്റഡ് ഫ്രണ്ട് സർക്കാർ രൂപീകരിച്ചപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച നായിഡുവിന്റെ ചരിത്രം അഖിലേഷ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അന്ന് അഖിലേഷിന്റെ പിതാവ് മുലായം സിംഗ് യാദവിനെ പ്രതിരോധ മന്ത്രിയാക്കാൻ നിർണായക പങ്ക് വഹിച്ചത് നായിഡുവായിരുന്നു. ആ ചരിത്രം ആവർത്തിക്കാനുള്ള സമയമായി എന്നാണ് അഖിലേഷ് നൽകുന്ന സന്ദേശം. നായിഡുവിന്റെ നിലവിലെ അതൃപ്തിക്ക് പിന്നിൽ വ്യക്തമായ 4 കാരണങ്ങളാണുള്ളത്. ആദ്യത്തേത് അധികാരത്തിന്റെ പങ്കുവയ്ക്കലാണ്. 16 എംപിമാരുണ്ടായിട്ടും ലോക്സഭാ സ്പീക്കർ പദവി പോലുള്ള ഭരണഘടനാപരമായ നിർണായക സ്ഥാനങ്ങൾ ടി.ഡി.പിക്ക് നൽകാൻ ബി.ജെ.പി തയ്യാറായില്ല. സ്പീക്കർ പദവി കൈവശമുണ്ടായാൽ കൂറുമാറ്റ നിരോധന നിയമം പോലുള്ള കാര്യങ്ങളിൽ പാർട്ടിക്ക് സുരക്ഷ ഉറപ്പാക്കാമായിരുന്നു. രണ്ടാമതായി തന്റെ മകൻ റാംമോഹൻ നായിഡുവിന് നൽകിയ സിവിൽ ഏവിയേഷൻ വകുപ്പ് ഒരു ഹോട്ട് സീറ്റ് ആണെന്ന് നായിഡു വിശ്വസിക്കുന്നു. എപ്പോഴും വിവാദങ്ങൾക്ക് സാധ്യതയുള്ള ഈ വകുപ്പ് മകനെ സമ്മർദ്ദത്തിലാക്കാൻ കേന്ദ്രം ബോധപൂർവം നൽകിയതാണെന്ന സംശയം ടി.ഡി.പിക്കുണ്ട്. അധികാരമേറ്റ ദിവസങ്ങൾക്കുള്ളിൽ മകനെതിരെ ഉണ്ടായ ഇൻഡിഗോ വിമാന വിവാദവും മാധ്യമ വിചാരണയും ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതൊരു ടാർഗറ്റഡ് അറ്റാക്ക് ആണെന്നും അതിര് വിട്ടാൽ പണി തരുമെന്ന ബി.ജെ.പിയുടെ മുന്നറിയിപ്പായാണ് നായിഡു ഇതിനെ കാണുന്നത്. മൂന്നാമത്തെ കാരണം ആന്ധ്ര നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. കേന്ദ്രം പുതുതായി കൊണ്ടുവരുന്ന വി.ബി.ജി റാംജി എന്ന തൊഴിലുറപ്പ് പദ്ധതി ആന്ധ്രയുടെ സാമ്പത്തിക അടിത്തറ തകർക്കുന്നതാണ്. ഇതുവരെ തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി 100% കേന്ദ്രമായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ പുതിയ പദ്ധതി അനുസരിച്ച് 60% കേന്ദ്രം നൽകുമ്പോൾ ബാക്കി 40% സംസ്ഥാനം കണ്ടെത്തണം. 4 ലക്ഷം കോടിയിലധികം രൂപയുടെ കടബാധ്യതയുള്ള ആന്ധ്രയ്ക്ക് ഇത് താങ്ങാനാവില്ല. ഒരു കൈകൊണ്ട് മന്ത്രിസ്ഥാനം നൽകി സഹായിക്കുമ്പോൾ മറു കൈകൊണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുന്ന ബി.ജെ.പിയുടെ തന്ത്രമാണ് ഇതെന്നാണ് ടി.ഡി.പിയുടെ വിലയിരുത്തൽ. കൂടാതെ നായിഡുവിന്റെ ബദ്ധശത്രുവായ ജഗൻമോഹൻ റെഡ്ഡിയുമായി ബി.ജെ.പി ഇപ്പോഴും രഹസ്യബന്ധം പുലർത്തുന്നതും നായിഡുവിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പണ്ട് കോളേജ് കാലത്ത് തന്നെ മർദ്ദിച്ച പ്രാദേശിക നേതാവിന്റെ മകനായ പി.വി. മിഥുൻ റെഡ്ഡിക്ക് അന്താരാഷ്ട്ര വേദികളിൽ പ്രാധാന്യം നൽകുന്ന ബി.ജെ.പി നീക്കം തന്നെ വ്യക്തിപരമായി അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് അദ്ദേഹം കരുതുന്നത്. ചരിത്രം പരിശോധിച്ചാൽ നായിഡു എന്ന രാഷ്ട്രീയക്കാരനെ ആർക്കും പ്രവചിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാകും. 1995 സ്വന്തം ഭാര്യാപിതാവായ എൻ.ടി. രാമറാവുവിനെതിരെ അട്ടിമറി നടത്തി അധികാരം പിടിച്ചെടുത്ത നായിഡുവിന് മുന്നിൽ വൈകാരിക ബന്ധങ്ങൾക്കോ കുടുംബ ബന്ധങ്ങൾക്കോ യാതൊരു സ്ഥാനവുമില്ല. തന്റെ പാർട്ടിക്ക് ഗുണകരമെന്ന് തോന്നുന്ന ഏത് തീരുമാനവും ഏത് നിമിഷവും അദ്ദേഹം സ്വീകരിക്കും. നിലവിൽ എൻ.ഡി.എ സഖ്യത്തിന് 293 സീറ്റുകളാണുള്ളത്. കേവല ഭൂരിപക്ഷമായി 272 മുകളിൽ വെറും 21 സീറ്റുകളുടെ ഭൂരിപക്ഷം മാത്രമാണുള്ളത്. ചന്ദ്രബാബു നായിഡുവിന്റെ 16 എംപിമാരും നിതീഷ് കുമാറിന്റെ 12 എംപിമാരും ഒപ്പം ഏകനാഥ് ഷിൻഡെയുടെയോ ചിരാഗ് പാസ്വാന്റെയോ പാർട്ടികൾ നിലപാട് മാറ്റുകയോ ചെയ്താൽ ഈ സർക്കാർ ഏത് നിമിഷവും താഴെ വീഴും. ഇന്ത്യ ബ്ലോക്ക് നേതാക്കളായ മമതാ ബാനർജി, സ്റ്റാലിൻ, ശരത് പവാർ തുടങ്ങിയവർക്ക് പരസ്പരം അംഗീകരിക്കാൻ പ്രയാസമുണ്ടെങ്കിലും എല്ലാവർക്കും സ്വീകാര്യനായ ഒരു സമവായ സ്ഥാനാർത്ഥിയായി നായിഡുവിനെ അവതരിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് എളുപ്പമാണ്. ഒരു മികച്ച അഡ്മിനിസ്ട്രേറ്റർ എന്ന പ്രതിച്ഛായ അദ്ദേഹത്തിന് അനുകൂലമാണ്.
അനുകൂലമാണ്. 1995 ചെയ്തതുപോലെ മോദിക്കൊപ്പം നിന്ന് ഒരു ജൂനിയർ പങ്കാളിയായി തുടരണോ അതോ കളിയുടെ ഗതി മാറ്റി രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി സ്വയം മാറണോ എന്ന ചിന്തയിലാണ് നായിഡു ഇപ്പോൾ. കണക്കുകൾ തനിക്ക് അനുകൂലമാണെന്ന് ബോധ്യപ്പെട്ടാൽ നായിഡുവിന്റെ ഭാഗത്തു നിന്ന് ഒരു നിർണായക നീക്കം ഏതു നിമിഷവും പ്രതീക്ഷിക്കാം. അധികാര രാഷ്ട്രീയത്തിന്റെ ഈ കളിയിൽ നായിഡുവിന്റെ മൗനം സാഹചര്യങ്ങളോടുള്ള കീഴടങ്ങലല്ല, മറിച്ച് ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്ന ഒരു വേട്ടക്കാരന്റെ പതുങ്ങിയിരിപ്പാണ് എന്ന് വേണം കരുതാൻ.